നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്യാറുണ്ട്. എങ്ങനെ ഈ സിറ്റുവേഷൻ മറികടക്കുമെന്നാലോചിച്ച് ചിന്തിച്ച് കാട് കയറാറുണ്ടാകും. എന്നാൽ ഈ ചിന്തിച്ചു കൂട്ടുന്നതൊന്നും നമുക്ക് അനുകൂലമായിരിക്കുകയില്ല. നെഗറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുന്നത് മുഴുവനും. അവസാനം നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു പോവുകയും ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോവുകയും ചെയ്യും. എന്നാൽ ഇവിടെ ദൈവം നമ്മോട് പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടും കൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ദൈവം നമ്മോട് പറയുന്നത്, ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ ഏതാവശ്യമായാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നന്ദിയോടും കൂടെ ദൈവത്തോട് അറിയിക്കുക മാത്രം മതി. നമ്മുടെ ഏതവസ്ഥയിലും ഇങ്ങനെ കൂടെ നിൽക്കാൻ ഒരു ദൈവം ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിതം മുന്നോട്ട് നീക്കുന്നത്? നമുക്ക് അസാധ്യമായ കാര്യങ്ങളെല്ലാം ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമാണ്. മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാണ്. ആ ദൈവത്തിന് നിന്റെ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെയും മാറ്റാൻ കഴിയും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇത്രയും ഉറപ്പോടുകൂടി ദൈവം നമ്മോട് ഇങ്ങനെ പറയുമ്പോൾ ദൈവത്തെ അവിശ്വസിക്കാതെ വിശ്വസിക്കാൻ ശ്രമിക്കൂ. നീ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യമായാലും അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. അത് ലഭിച്ച മനുഷ്യനെ പോലെ നന്ദി പറയൂ. അതുകൊണ്ട് ഇനി മുതൽ പ്രോബ്ലംസ് വന്നാൽ ഓവർ തിങ്കിങ് ചെയ്യാതെ പ്രാർത്ഥിക്കുക. ദൈവത്തോട് അത് ലഭിച്ചതിന് നന്ദി പറയുക. പിന്നെ അത് ലഭിച്ച മനുഷ്യനെ പോലെ ജീവിക്കുക. അത് ഇനി എങ്ങനെ സംഭവിക്കും എന്നോർത്ത് നീ ആകുലപ്പെടേണ്ട. ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഭയത്തോടു കൂടി ജീവിക്കുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ദൈവസമാധാനത്തിൽ ജീവിക്കുന്നു. നന്ദി പറയുന്ന ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഇനി പ്രശ്നങ്ങൾ വരുമ്പോൾ പാനിക്കാകാണ്ട് ദൈവത്തിൽ വിശ്വസിക്കൂ. അവൻ നിന്റെ സാഹചര്യങ്ങളെല്ലാം മാറ്റും.